വെൽക്കം ടു നോറാസ് കിച്ചൺ. അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എന്നും പറയുന്ന പോലെ നോറാസ് കിച്ചൺ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നേരത്തെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നാടൻ കറിയാണ്. ഈ നാടൻ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ബാലൻസ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ കൂടെ വെച്ച് തയ്യാറാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിതിന് മുന്നേ സാമ്പാർ കൂട്ട് വാങ്ങിയപ്പോൾ സാമ്പാർ തയ്യാറാക്കിയപ്പോൾ അതിൽ ബാക്കി വന്ന പീസസാണ് ഇതൊക്കെ. മത്തനുണ്ട്, അതുപോലെ ചേന, കുമ്പളം, ചിരങ്ങയുടെ പീസ്, ഉരുളക്കിഴങ്ങ്, അങ്ങനെ ഇതൊക്കെ കൂടെ ഇട്ടിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിത് മൺചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പീസസൊക്കെ കൂടെ ഞാൻ മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളതിൽ എന്താ പറയുക, മുരിങ്ങാക്കായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഒന്ന് നടുക്കെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ കുമ്പളങ്ങ വെച്ചിട്ടൊക്കെ നാടൻ രീതിയിൽ തയ്യാറാക്കി വെക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി ബാലൻസ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു സാമ്പാറിനുള്ള കൂട്ട് ഇത് ഉണ്ടാവില്ല. അപ്പോൾ അത് അനുസരിച്ച് തയ്യാറാക്കുക. അപ്പോൾ ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് ചേർക്കാം. മുളക് പൊടി അധികം ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ആയിട്ട് കുറച്ച് ചേർക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് പുളി ചേർക്കുന്നുണ്ട്. ഏകദേശം ചെറിയ തണ്ട് പുളിയാണ്. അത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുളി ചേർക്കുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് പുളി നന്നായിട്ടായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഇതിന്ന് അതെടുത്ത് മാറ്റിയാൽ മതി. ഫുൾ ടൈം അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി പുളി അധികമായി പോകും. അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ആ ഒരു തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ പുളിയൊക്കെ റെഡിയായിട്ട് വരുന്നതിനുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൺചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് വറ്റും. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ കുമ്പളങ്ങയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഏകദേശം വെള്ളം ഒന്ന് പൊങ്ങി വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയും നേരം നമ്മളിത് ചെയ്യുമ്പോഴൊന്നും ഗ്യാസ് ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ മിക്സാക്കിയ ശേഷം ഗ്യാസ് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ അടപ്പ് വെച്ച് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിൽ അരച്ച തേങ്ങ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണ്. ഞാനതിലേക്ക് ചെറിയ ജീരകവും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുന്നുണ്ട്, അതൊന്ന് മിക്സായി വരാൻ. അപ്പോൾ നമ്മുടെ തേങ്ങ ശരിക്കും അങ്ങോട്ട് അരഞ്ഞ രീതിയിലല്ല, ഒന്ന് ചതച്ച രൂപത്തിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു അരമുറി തേങ്ങയൊക്കെ എടുത്ത് ചിരകിയിട്ട് അതിലേക്ക് ഇതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് ലൂസാക്കി അടിക്കണ്ട, കാരണം നമ്മളുടെ കറി എത്രത്തോളം ഉണ്ടെന്നറിയില്ല. അതിൽ തിളച്ച് വരുമ്പോൾ വെന്ത് റെഡിയായി വരുമ്പോൾ എത്രത്തോളം കറിയായി വരുമെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലോണം അരഞ്ഞു, ഉള്ളിയും ജീരകമൊക്കെ നല്ലോണം അരഞ്ഞ് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൂട്ട് നമുക്ക് ഇനി ഇത് തേങ്ങ അതിൽ തയ്യാറാക്കിയിട്ടുള്ള ആ പീസസൊക്കെ വെന്ത് വരുന്ന വരെ ഒന്ന് മാറ്റി വെക്കാം. വെന്തിൻ്റെ ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഉണ്ടെങ്കിലും ചിലപ്പോൾ മൺചട്ടിയിൽ അടി പിടിക്കും. നമ്മൾ ഗ്യാസുമേലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരിട്ട് അടിയിലേക്ക് ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടുപ്പത്തൊക്കെ വെച്ച് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിൽക്കും ഒരേപോലെ തീ വരുമ്പോൾ
ഒരുപോലെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇതൊക്കെ ഇത് നന്നായിട്ട് ഇവിടെ വെന്ത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ വലിയ പീസസൊക്കെ കിടക്കുന്നതിന് ഒന്നൊന്നിങ്ങനെ ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇപ്പം നല്ല ടൈറ്റിലാണുള്ളത്, അപ്പോൾ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് വെള്ളം നീട്ടി കൊടുക്കുക. ചില ആളുകൾക്ക് നന്നായിട്ട് ചാറ് വേണ്ടി വരും, ചില ആളുകൾക്ക് ഇതുപോലെ ടൈറ്റ് കുറുക്കിയിട്ടുള്ള ഒരു കറിക്കാവും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മാറ്റുന്നത്. ഞാനേതായാലും ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ ചോറിലേക്കുള്ള ഒരു കറിയാക്കിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്, അപ്പോൾ കുറച്ചധികം വെള്ളം ചേർക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാത്ത രൂപത്തിൽ വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ പുളി അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനെ ചട്ടീനെ നമ്മൾ മാറ്റി വെച്ചു. ഇനി ചെറിയൊരു ചട്ടിയിൽ നമുക്ക് ഇതിനേക്കുള്ള കടുക് വറുത്തൊഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഇത് കടുക് വറുത്തൊഴിക്കേണ്ടത്, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായ ശേഷം കടുകിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊട്ടിയതായി വരുള്ളൂ. അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ ഇതിൽ നിങ്ങളുടെ അടുത്ത് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കറിയിലേക്ക് ഈ കടുക് വറുത്തത് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് ചുഴറ്റി ഒഴിച്ച് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ കറി സത്യം പറഞ്ഞാൽ നമ്മളിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചക്ക് കഴിക്കാൻ നേരത്തൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കുറച്ച് ഇരുന്നിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ നല്ല ചോറിൻ്റെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ബാലൻസ് വന്ന പീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഈ ഒരു കറി തന്നെ മതിയാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.